ഹായ്, 2026 നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന 5 സ്കിൽസ് പറഞ്ഞുതരാം. ഇതിൽ അഞ്ചാമത്തത് അടിപൊളിയാണ്. ഒന്നാമത്തെ സ്കിൽ എന്ന് പറഞ്ഞാൽ AI ലിറ്ററസിയാണ്. നമ്മളെല്ലാ ടൂൾസും പഠിക്കുക എന്നുള്ളതല്ല, നമ്മളുടെ ഡൊമൈൻ ഏതാണോ ആ ഡൊമൈൻ അനുസരിച്ചുള്ള ടൂൾസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, ആ ടൂൾസിനെ കുറിച്ച് അറിയാം. അപ്പോൾ ഞാനൊരു ടീച്ചറാണെങ്കിൽ ടീച്ചേഴ്സിന് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് AI ടൂൾസ് ഉണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാം. ഞാനതിൽ കോമൻറ്റിൽ താഴെ കൊടുക്കാം. അതുപോലെ നമ്മളിപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിലോ അല്ലെങ്കിൽ ഞാനൊരു ഓൺടർപ്രണർ ആണെങ്കിലോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ഓട്ടോമേഷൻ ടൂൾസ് ഉണ്ട്. അതുപോലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് AI ടൂൾസ് ഉണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ ഡൊമൈൻ ഏതാണ് അതിനനുസരിച്ചുള്ള ടൂൾസിനെ കുറിച്ച് അറിയാം. രണ്ടാമത് AI കുറിച്ച് പറയുമ്പോൾ, AI ലിറ്ററസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് കൃത്യമായിട്ട് പ്രോംപ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കുക. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. നമ്മൾ എങ്ങനെയാണ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മൾ ഒരു ഇൻപുട്ട് എങ്ങനെ കൊടുത്താലാണ് നല്ലൊരു ഔട്ട് നമുക്ക് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്കില്ല് ക്ലിയർ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ഇൻഫർമേഷനുള്ള ഒരു ലോകമാണിത്. എല്ലാ ആളുകൾക്കും ഐഡിയാസ് ഉണ്ട്, പക്ഷേ നമ്മളെ ഐഡിയാസിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന രൂപത്തിൽ വളരെ ക്ലിയറായി ആക്യുറേറ്റ് ആയി ഒരു കാര്യം അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളത്, അത് ഒരാളുടെ മുന്നിലാവട്ടെ, ഒരു ക്രൗഡിന് മുന്നിലാവട്ടെ, ഒരു ക്യാമറയ്ക്ക് മുന്നിലാവട്ടെ, അത് പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. മൂന്നാമത്തെ സ്കില്ല് ക്രിറ്റിക്കൽ തിങ്കിങ് ആണ്. നമ്മളൊരു കാര്യം നമ്മുടെ മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ക്രിറ്റിക്കലായി അനലൈസ് ചെയ്യാനും ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും ഡിസിഷൻ എടുക്കാനും പറ്റുക എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഒരുപാട് ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ട്, ഒരുപാട് റിയൽ ടൈം നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞ സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കണം. ആ സ്കില്ല് നിങ്ങളെ ശരിക്കും ഇപ്പോഴല്ല, ഒരുപാട് വർഷത്തേക്ക് നിങ്ങളെ സേവ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളെ സക്സസ്ഫുൾ ആക്കുന്ന ഒരു സ്കില്ലാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞൊരു സ്കില്ല്. നാലാമത്തെ സ്കില്ല് ഡിജിറ്റൽ പ്രസൻസ് ആൻഡ് പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. നിങ്ങളുടെ പ്രസൻസ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ഡൊമൈൻ നിങ്ങൾ ഏതാണോ അതിനനുസരിച്ചുള്ള ഒരു പ്രസൻസ്, ഡിജിറ്റൽ പ്രസൻസ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ലിങ്ക്ഡിൻ യൂസ് ചെയ്യാം, ഇൻസ്റ്റ യൂസ് ചെയ്യാം, അതുപോലെ FB ആണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ നിലവിലുള്ള പ്രൊഫഷനെ കൃത്യമായ ആളുകളിലേക്ക് എത്താനും നിങ്ങളുടെ ഐഡിയാസിനെ ഷെയർ ചെയ്യാനും പറ്റുന്ന ഒരു ഇടം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അത് വെച്ചിട്ടൊരു പേഴ്സണൽ ബ്രാൻഡിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതും ഒരു നല്ലൊരു സ്കില്ലാണ്. അത് പഠിച്ചെടുക്കേണ്ട സ്കില്ലാണ്. ആൻഡ് അഞ്ചാമത്തെ അടിപൊളിയുള്ള സ്കില്ല് എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള സ്കില്ലാണ്. ദ വേൾഡ് ഇസ് ആക്ച്വലി മൂവിങ് ഫാസ്റ്റർ ദാൻ യു ക്യാൻ ഇമാജിൻ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുതിയ ടൂൾസ്, പുതിയ കാര്യങ്ങൾ, പുതിയ സിസ്റ്റം, പുതിയ ജോബ് അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ഏത് ഡൊമൈനിലും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്കില്ല് പഠിച്ചെടുക്കാൻ ഒരുപാട് പ്രാക്ടീസുകളുണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് ലേൺ faster. Okay, that's really important. So these 5 skills will definitely help you in the future. And if you find this helpful, please share this video.